അതെ കുറച്ച് മമ്പയർ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച് കുറച്ച് എരിശ്ശേരി ഉണ്ടാക്കിയല്ലോ. അതങ്ങനെ ഞാനിതാ മത്തനൊക്കെ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് നന്നായി കഴുകി. അതിനുശേഷം ഇതാ കുക്കറിൽ ഇങ്ങനെ ഇട്ടു. മമ്പയർ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് അതും ഇതൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ടു. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഇതാ ഗ്യാസുമ്മേ വെച്ചിട്ടോ കുക്കർ. അങ്ങനെ ഇതാ 2-3 വിസിലടിച്ചു. ആ വിസിലടിക്കുന്ന നേരത്ത് ഞാനിതാ തേങ്ങ ചിരവിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് വറുത്തെടുക്കണം. അത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുക്കണം കേട്ടോ. അങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് മത്തനും പയറൊക്കെ വെന്തപ്പോൾ ഞാൻ അത് തുറന്നു നോക്കി, വിസിലൊക്കെ പോയിട്ട് അതിലൊരു കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി. അങ്ങനെ ഇതാ ഒരൊറ്റ ശർക്കര ഇട്ടിട്ടത് അങ്ങനെ മമ്പയർ മത്തനും ശർക്കരയും കൂടി മിക്സാക്കി എടുക്കുക. തേങ്ങ വറുത്തത് കൂടി ഇട്ടു. അതിന് ശേഷം ഞാൻ കടുക്, ചുവന്ന മുളക്, വേപ്പിൻ്റെ ഇല അതൊക്കെ കൂടി ഇട്ടിട്ട് വറുത്തിടുകയാണ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു അതിഥി ഉണ്ട് കേട്ടോ. അതിഥി പറഞ്ഞാൽ എൻ്റെ അമ്മ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് ഞങ്ങൾ ഇതാ നല്ല സാമ്പാറും പിന്നെ വമ്പയറും മത്തനും കൂടിയുള്ള എരിശ്ശേരി, പിന്നെ പയർ ഉപ്പേരി, പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ല കുശാലായിട്ടൊരു ചോറുണ്ട് കേട്ടോ. ചോറിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ പൊന്നി അവിടെ കൃഷ്ണൻ്റെ രാധയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് കമൻറ്റൊക്കെ ഒന്ന് പറയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.